എന്ന് പറഞ്ഞത് കാലം മാറിയപ്പോഴും നമ്മൾ ആ പരിപാടി നിർത്തിയില്ല. ഇതുപോലെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ട് നെയ്യും കുഴമ്പും ആടും മസാലയൊക്കെ കൊടുക്കല്. അത് അന്ന് ദാരിദ്ര്യമുള്ള കാലമാണ്. ആ ഒരു പെണ്ണ് പ്രസവിച്ചാൽ അവൾക്കുള്ള ഒരു മാംസം, അവൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഭക്ഷണം, അത് കൊടുത്തവരെ തടി നന്നാക്കണം. ഇന്ന് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മൾ സാധാ കഴിക്കുന്ന ഫുഡിനെ പോലെ ഒരു ഗർഭിണിക്ക് പ്രസവിച്ച് കഴിഞ്ഞാലും കഴിക്കാൻ ഇന്നും കൊടുക്കും ആ നെയ്യും പരിപാടിയൊക്കെ. അത് അന്ന് നിർത്തേണ്ടതാ. എന്ന് കാലഘട്ടം മാറി, ഭക്ഷണശീലങ്ങൾ മാറി, വറുതിയുടെ കാലം കഴിഞ്ഞു. ഇന്നും അതന്നെ വേണമെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ വരൂലേ, നെയ്പ്പാട കെട്ടൂലേ, അറ്റാക്ക് വരൂലേ? പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് വരുന്നില്ലേ? എന്തുകൊണ്ട്? ഇങ്ങനെ നെയ്യും ആടും സൂപ്പും കൊടുത്താൽ തന്നെ. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടായിരുന്ന ഒരു കാലത്ത് തുടങ്ങി വെച്ച പരിപാടി ഇപ്പോഴും തുടരുകയാണ്. അതൊന്ന് നിർത്തിയാൽ തന്നെ കുറെ അസുഖങ്ങൾ മാറും. ഹബീബായ തങ്ങൾ പറഞ്ഞു, വയറിന്റെ 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളത്തിന്, 1/3 നിങ്ങൾ ഒഴിവാക്കിയിടണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശീലം. ഇത് എത്ര മനോഹരമാണ്. അപ്പൊ ആ വയറ് മൊബൈൽ എടുത്തു നോക്കുമ്പോ മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിമിന്റെ കൂടെ കല്യാണത്തിന്റെ തലേന്ന് ഒളിച്ചോടി പോയി തലയിൽ തുണിയിട്ടുണ്ടാ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ഈ അടുത്ത് ഒരു അമുസ്ലിമായ ഒരു പയ്യനുമായിട്ട് പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദ് ഇതിനെ ഒന്ന് ഉപദേശിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ എന്താ ഇങ്ങനെ, നീ എന്തായി കാണിക്കണം? ഇല്ല ഉസ്താദെ, എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഞാൻ അവൻ്റെ കൂടെ പോകും, അവൻ അവൻ്റെ മതമനുസരിച്ച് ജീവിക്കും, ഞാൻ എൻ്റെ മതമനുസരിച്ച് ജീവിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ആ പെണ്ണ് പറയുന്ന അവൻ ഹിന്ദുവാ, ഹൈന്ദവ വിശ്വാസി, അവൻ അവന്റെ വിശ്വാസത്തിൽ ജീവിക്കും, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും. കൊള്ളാം. രാവിലെ മുഴുവനും ഫർദയും ഹിജാബും ദിക്റും നിസ്കാരവും, രാത്രി വ്യഭിചാരവും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഓളോട് ചോദിച്ചു, ഞാൻ ഈ ജുബ്ബയും തൊപ്പിയൊക്കെ ഇട്ട് രാവിലെ മുഴുവനും വഴുതു പറഞ്ഞ് നാട്ടുകാരെ മുഴുവനും നന്നാക്കും, രാത്രി രമണി ചേച്ചിയുടെ കൂടെ ഞാൻ പോയി കടന്ന തെറ്റാണോ എന്ന് ചോദിച്ചു. അത് തെറ്റാ ഉസ്താദെ. അപ്പൊ നീ ചെയ്യുന്നതോ? അത് തെറ്റല്ല ഉസ്താദെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഇന്നത്തെ കുട്ടികൾ. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, എല്ലാം അറിയാം, മരണവും ഖബറും നരകവും എല്ലാം അറിയാം. എന്നിട്ട് നന്നാകുന്നില്ല. എത്ര ഉപദേശിച്ചിട്ടും കേറണില്ല. ഞാനിത് ചോദിച്ചത് നാട്ടിൽ വെച്ചായിരുന്നു, എനിക്ക് വിഷമമില്ല. ചോദിച്ചത് നല്ല ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. അല്ലാഹു പൊന്നുമോളെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ചോദിച്ച സ്ഥലം പോലും പുണ്യഭൂമിയായിരുന്നു. അതാ മനസ്സിലാക്കണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ പ്രിയപ്പെട്ട മൊബൈൽ എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു ദുആ പതിവാക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുകളിൽ സ്വർഗ്ഗത്തെ നിർബന്ധമാക്കുകയാണ്, വാജിബാക്കുകയാണ്. ആ പ്രാർത്ഥന ഇതാണ്: റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുന്നതോടൊപ്പം തീർച്ചയായും നിങ്ങളുടെ സ്നേഹിതന്മാരിലേക്ക്, കുടുംബക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മുകളിൽ സ്വർഗ്ഗത്തെ നിർബന്ധമാക്കട്ടെ.